അന്ന, നിന്റെ വീട്ടിൽ നിന്ന് എപ്പോ വരും PTA-ക്ക്? എന്റെ വീട്ടിൽ നിന്ന് ആരും വരില്ലടി. അച്ഛന് ജോലിയുണ്ട്, ഇന്ന് ലീവ് കിട്ടത്തില്ല. നിന്നെയല്ലേ സ്കൂളിലെ ടോപ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ടൈമിൽ നിന്റെ അച്ഛനും കൂടെ വരേണ്ടതായിരുന്നു. അല്ല, നിന്റെ വീട്ടിൽ നിന്ന് എപ്പോഴാ വരുന്നേ? എന്റെ പപ്പ 2 മണിയാകുമ്പത്തേനും എത്താന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ അതാ നോക്കി നിൽക്കുമായിരുന്നു. അല്ലന്ന, നിന്റെ പപ്പ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ആ വരുന്നത് നിന്റെ പപ്പയല്ലേ? അച്ഛനോ? അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ PTA-ക്ക് വരരുതെന്ന്. എന്ത് കോലമായത്! ഈ ഒറ്റക്കൈയും കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് നാണക്കേടാ. മോളെ ടീച്ചറെ വിളിച്ചിരുന്നു, നിർബന്ധമായും PTA-ക്ക് വരണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട എല്ലാരും എന്നെ നോക്കും. എന്റെ അച്ഛൻ ഒറ്റക്കൈയനാണെന്നറിയുന്നത് എനിക്ക് കുറച്ചില്ല. അതുകൊണ്ട് അച്ഛൻ എവിടെയെങ്കിലും പോയി ഇരുന്നോ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പൊ എല്ലാവരുടെയും പാരന്റ്സ് എത്തിയോ? അപ്പൊ നമ്മൾ PTA മീറ്റിംഗ് തുടങ്ങുവാണ്. ഇന്ന് ഈ PTA മീറ്റിംഗ് ഇവിടെ വിളിച്ചതിന്റെ ഉദ്ദേശം സ്കൂളിൽ നല്ല പെർഫോമൻസ് നടത്തി കുട്ടികൾക്ക് അനുമോദനം നൽകുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട്. അതുപോലെ കുറച്ച് തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്കൂളിലെ ടോപ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്നേനെയാണ്. സോ അന്നയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. അന്ന ഫ്രണ്ടിലേക്ക് വന്ന് ഈ ട്രോഫി സ്വീകരിക്കേണ്ടതാണ്. ഈ വിജയത്തിന് പിന്നില് അന്നേനെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അച്ഛന്റെ കഥയുണ്ട്. ഇത് എനിക്ക് എങ്ങനെ അറിയാമെന്നല്ലേ? അന്നയുടെ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അന്നയ്ക്കൊരു 2 വയസ്സുള്ള ടൈമിലാണ് ഇവര് ഫാമിലിയായിട്ട് സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റ് ആവുകയും അന്നയുടെ അമ്മ മരണപ്പെടുകയും ചെയ്യുന്നത്. ആ ടൈമിൽ അന്നയെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിക്കുന്നതിനിടയിൽ അന്നയുടെ അച്ഛന്റെ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അച്ഛൻ അന്നേനെ രക്ഷിച്ചെടുത്തു. പക്ഷെ അച്ഛന്റെ ഒരു കൈ നഷ്ടപ്പെടുകയും ചെയ്തു. അച്ഛാ, ഒരു കൈയിൽ അന്നയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശുപത്രിയിലേക്ക് ഓടുന്ന ആ അച്ഛന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ട്. ഈ സംഭവത്തിന് ശേഷം അന്നയുടെ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഒരു കൈ നഷ്ടപ്പെട്ട ആൾക്ക് ആര് ജോലി കൊടുക്കാൻ? ITI കമ്പനിയിൽ മാനേജറായിരുന്ന അദ്ദേഹത്തിന് പിന്നീട് ഒരു പ്യൂണായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു അന്നയെ വളർത്താൻ വേണ്ടി. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അന്നെ ഈ സ്കൂളിലെ ടോപ്പർ ആക്കാൻ അച്ഛന് സാധിച്ചു. ആ അച്ഛന് എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അന്നയുടെ അച്ഛനെ കൂടെ ഈ അവസരത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണേ. നമസ്കാരം. എന്റെ കൊച്ചിന് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പഠിപ്പിച്ച ടീച്ചർമാർക്ക് നന്ദി പറയുന്നു. പിന്നെ എന്റെ മോള് മിടുക്കിയാ, അവള് പഠിച്ചോളും. അവളെ കുറിച്ച് എനിക്ക് അഭിമാനമുള്ളൂ എന്നും. എന്റെ മോള് കാരണമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ആളുകളുടെ മുന്നിൽ എനിക്കിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയത് പോലും. അപ്പൊ ഒരുപാട് സന്തോഷം. സോറി അച്ഛ. എന്താ അച്ഛ എന്നോട് പറയാതിരുന്നത്? ഇതൊന്നും എന്താ എന്നെ അറിയിക്കാതിരുന്നത്? മോൾക്ക് വിഷമായാലോ എന്ന് കരുതിയാ. എനിക്ക് വേണ്ടിയല്ലേ അച്ഛന്റെ കൈ നഷ്ടപ്പെട്ടത്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ അച്ഛനെ ഞാൻ എന്തേലും വിഷമിപ്പിച്ചു. സോറി അച്ഛ.